സജി ചെറിയാൻ കേരളത്തിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹം ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് നേരത്തെ വന്നത്. അത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അന്വേഷണം നടത്തി കോടതി റിപ്പോർട്ട് നൽകി. ഇദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളത് കൊണ്ട് ആ കേസ് റദ്ദ് ചെയ്തു. അതിനെതിരായിട്ടൊരാൾ അപ്പീൽ പോയി. അതല്ലേ പ്രശ്നം. ആ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള കോടതിയുടെ ഒരു കമൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെയുള്ള അന്വേഷണ നടപടി റദ്ദ് ചെയ്യാനും ഞാനിതൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. അന്വേഷണ നടപടി റദ്ദ് ചെയ്യാനും പകരം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടൊരു നിയമ നടപടിയാണ്. ഈ പ്രശ്നത്തിൽ സജി ചെറിയാൻ്റെ നിലപാട് അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സജി ചെറിയാന് എതിരായി വന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതും അദ്ദേഹം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം ജനങ്ങൾ മുമ്പിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കാം. അങ്ങനെ നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ റദ്ദ് ചെയ്യാൻ കോടതി. അന്വേഷണ റിപ്പോർട്ട് റദ്ദ് ചെയ്തു പുതിയ അന്വേഷണം നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ സജി ചെറിയാൻ്റെ പ്രതികരണവും വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ അന്വേഷണത്തിലൂടെ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാം. എന്തായാലും നിയമം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് മാത്രമേ ആർക്കും സ്വീകരിക്കാൻ കഴിയുള്ളൂ. നിയമത്തെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. സജി ചെറിയാൻ തന്നെ പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുള്ള ഈ പരാമർശം വീണ്ടും അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടത്തി നിയമത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹത്തിന് പറയാൻ അവസരമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരി. ആ നിലപാടെടുത്ത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതൊരു അന്തിമ വിധിയാവുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് സ്വീകരിക്കാം. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ വരട്ടെ. അപ്പം സജി ചെറിയാന് പറയാനുള്ള അവസരങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ തന്നെ സജി ചെറിയാന് ഇപ്പോൾ ഈ കോടതി പരിശോധിച്ച സമയത്ത് സജി ചെറിയാനെ കേൾക്കാൻ കോടതി ശ്രമിച്ചിട്ടില്ല. സജി ചെറിയാന് പറയാനുള്ളത് കോടതിയുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടിയും നിലപാട് സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെ അദ്ദേഹത്തെ കേൾക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്തിമമായ വിധിയല്ല ഹൈക്കോടതിയുടേത്. അപ്പോൾ ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വീണ്ടും നടത്തട്ടെ. സജി ചെറിയാന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ പറയാൻ അവസരമുണ്ടാവുകയാണ്. ആ നിലയിൽ ഈ പ്രശ്നം നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ശരി. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പോലീസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായി തള്ളുന്നു. അതിന് സംശയത്തിന്റെ നേരിട്ടെത്തിക്കൊണ്ട് തന്നെയാണ് കോടതി നിലപാടിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സജി ചെറിയാൻ രാജിവെക്കുന്ന ആ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ വ്യാഖ്യാനിക്കല്ലേ. കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതായിക്കോട്ടെ. അത് നേരത്തെ നടത്തിയ അന്വേഷണത്തെക്കുറിച്ചല്ലേ. അന്വേഷണത്തെക്കുറിച്ച് പരിശോധിച്ച് കോടതി ഒരു അന്തിമ വിധി പറഞ്ഞിട്ടില്ലല്ലോ. കോടതി വീണ്ടും ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ചിന് വിടുക എന്നുള്ളതാണല്ലോ കോടതി എടുത്തിട്ടുള്ളത്. ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടക്കുന്ന സമയത്ത് സജി ചെറിയാന് പറയാനുള്ള കാര്യങ്ങൾ അവരുടെ മുമ്പിൽ പറയാനും സജി ചെറിയാൻ്റെ ഈ കേസ് ഇപ്പോൾ ഒരു വേറെ CBI അന്വേഷണത്തിന് വേണ്ടിയായിരുന്നു ആവശ്യപ്പെട്ടത്. അപ്പോൾ അതാണിപ്പം CBIക്ക് വിടാൻ കോടതി തീരുമാനിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് വിടാനാണ് തീരുമാനിച്ചത്. അത് നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അതെന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷമേ എഴുതാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു അന്തിമ വിധി ഈ കാര്യത്തിൽ വരാത്തത് കൊണ്ട് മറ്റു വ്യാഖ്യാനങ്ങൾ അടിസ്ഥാനരഹിതമാണ്.